Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് 2 പാർട്ടിൽ വന്നിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു, എന്താണ് TI പ്ലാസ്മിഡ് എന്നും അതിൻ്റെ ഓർഗനൈസേഷനും ഒക്കെ TDNയുടെ ഓർഗനൈസേഷനും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ എൻ്റെ തേർഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ജീൻസ് ഉണ്ട്. അപ്പം ആ ഒരു ജീൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആ ഒരു TDNA ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജീൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ജീൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിൽ ഓരോ ജീൻസിനും വന്നിട്ട് അതിൻ്റേതായ പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അപ്പം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് VIR-A. അപ്പം VIR-A ജീൻ വന്നിട്ട് അതെന്ന് പറയുന്ന ഒരു കൈനേസ് പ്രോട്ടീൻ ആയിരിക്കും. ബാക്ടീരിയൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു കൈനേസ് പ്രോട്ടീൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ റിസപ്റ്റർ ഫോർ ഫീനോളിക് റിലീസ്ഡ് ബൈ വൂണ്ടഡ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ വൂണ്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് അതായത് ഒരു ഫീനോളിക് സബ്സ്റ്റൻസ് വന്നിട്ട് റിലീസ് ചെയ്യും. അതിനൊരു റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു VIR-A എന്ന് പറയുന്ന ജീൻ വന്നിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതൊരു കൈനേസ് പ്രോട്ടീൻ ആയിരിക്കും. ബാക്ടീരിയൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു കൈനേസ് പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ ആ വൂണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് വന്നിട്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു ഫീനോളിക് സബ്സ്റ്റൻസസിന് റിസപ്റ്ററായിട്ട് വന്നിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു ജീനാണ് VIR-A ആൻഡ് VIR-G. അപ്പം ഈ ഒരു ജീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ്ലി എക്സ്പ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ജീൻസ് ആയിരിക്കും. ദേ ഓൾസോ പ്ലേ എ റോൾ in responding to phenolics which released by the wounded plants. അപ്പം ആസ് ദ പ്ലാന്റ് റിലീസസ് സം ഫീനോളിക് സബ്സ്റ്റൻസസ്, അതായത് പ്ലാന്റ് വന്നിട്ട് വൂണ്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അതൊരു ഫീനോളിക് സബ്സ്റ്റൻസസിനെ റിലീസ് ചെയ്യും. അപ്പോൾ അതിന് റെസ്പോണ്ടിങ് ആയിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജീൻസ് ആണ് ഈ VIR-A ആൻഡ് VIR-G ജീൻസ് എന്നുള്ളത്. ഇനി അടുത്തതാണ് VIR-G ജീൻ. ഇറ്റ് ആക്ടിവേറ്റ് അതർ VIR ജീൻസ്. ഇപ്പം നിങ്ങൾ കണ്ടു VIR-A ഉണ്ട്, VIR-A ആൻഡ് VIR-G, അങ്ങനെ VIR-D1, D, അങ്ങനെ പല ടൈപ്പ് ഓഫ് VIR ജീൻസ് ഉണ്ട്. അപ്പം ഈ VIR-G എന്ന് പറഞ്ഞിട്ടുള്ള ജീൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ടിവേറ്റ് ബാക്കിയുള്ള VIR ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് VIR-G എന്ന ജീൻസിൻ്റെ ഫങ്ഷൻ. ഇനി നെക്സ്റ്റ് വൺ VIR-D1 ആൻഡ് VIR-D2. അതെന്ന് പറയുന്നത് എൻഡോന്യൂക്ലിയസ് ഫങ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. VIR-D1 ആൻഡ് D2 എന്ന് പറയുന്നത് എൻഡോന്യൂക്ലിയസ് ഫങ്ഷൻ ആയിരിക്കും. ദെൻ VIR-D ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വിറുലൻസ് ആക്ടിവിറ്റി ഓഫ് ബാക്ടീരിയം. അപ്പോൾ അറിയാം, നമ്മുടെ ബാക്ടീരിയയുടെ വിറുലൻസ് ആക്ടിവിറ്റീനെ വന്നിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനാണ് വന്നിട്ട് VIR-D എന്നത്. ഇനി അടുത്തത് VIR-D2. ഇറ്റ് പ്രിവെൻറ്റ് ദ അറ്റാക്ക് ഓഫ് എക്സോന്യൂക്ലിയസ് അറ്റ് ദ 5' എൻഡ് ഓഫ് TDNA. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതായത് TDNAയുടെ 5' എൻഡിൽ വന്നിട്ട് എക്സോന്യൂക്ലിയസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം തടയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ് VIR-D2. അപ്പോൾ ആ ഒരു TDNAയുടെ 5' എൻഡിൽ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ് VIR-D2 എന്നത്. ഓൾസോ ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ കട്ടിംഗ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് കട്ടിങ്ങിന് വേണ്ടിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഒരു ജീനാണ് വന്നിട്ട് VIR-D2. ഇനി നെക്സ്റ്റ് VIR-E2. അടുത്ത ഒരു ജീനാണ് VIR-E2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട് ദ TDNA അഗൻസ്റ്റ് ന്യൂക്ലിയസ് ആൻഡ് ടാർഗറ്റ് ദ TDNA ടു ദ പ്ലാന്റ് സെൽ. പിന്നെ രണ്ട് ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് TDNAനെ വന്നിട്ട് ന്യൂക്ലിയസ് ആക്ടിവിറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ TDNAനെ പ്ലാന്റ് സെല്ലിലേക്ക് ടാർഗറ്റ് ചെയ്യും. അതായത് പ്ലാന്റ് സെല്ലിലേക്കാണല്ലോ നമുക്ക് ഈ TDNA വന്നിട്ട് അഗ്രോ ബാക്ടീരിയത്തിൽ നിന്നും എത്തേണ്ടത്. അപ്പം ആ ഒരു TDNAനെ വന്നിട്ട് പ്ലാന്റ് സെല്ലിലേക്ക് ടാർഗറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയിൽ നിന്ന് TDNAനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് VIR-E2ൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ആയിട്ടും ഈ VIR-E2 വന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് VIR-C എന്ന് പറയുമ്പം ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ട്രാൻസ്ഫർ. ആ ഒരു ട്രാൻസ്ഫറിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് VIR-C എന്ന് പറഞ്ഞിട്ടുള്ള ജീനായിരിക്കും. ആ ഒരു ട്രാൻസ്ഫർ TDNA ട്രാൻസ്ഫറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നതാണ് VIR-Cയുടെ ഫങ്ഷൻ. നെക്സ്റ്റ് വൺ VIR-B-D4. അപ്പം ഇതെന്ന് പറയുന്ന ഒരു ടൈപ്പ് 4 സെക്രട്ടറി സിസ്റ്റമാണ്. ഇത് വന്നിട്ട് പോർ ചാനൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് TDNA ഉള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചാനൽ വേണമല്ലോ. അപ്പോൾ ആ ഒരു പോർ അല്ലെങ്കിൽ ആ ഒരു ചാനൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
പിന്നെ അതുപോലെ തന്നെ TDNA ട്രാൻസ്ഫർ ഫ്രം ബാക്ടീരിയം ടു സെൽ, ആ ഒരു ബാക്ടീരിയയിൽ നിന്ന് TDNA ട്രാൻസ്ഫർ ചെയ്ത് പ്ലാന്റ് സെല്ലിലേക്ക് എത്തുക, അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ VIR-BD4 എന്ന് പറഞ്ഞിട്ടുള്ള ജീൻ. ഇനി അടുത്ത് VIR-D2 ആൻഡ് VIR-E2. ഈ ജീൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാവ് ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നലുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് VIR-D2 ആൻഡ് VIR-E2ൻ്റെ ഫംഗ്ഷൻ. അപ്പം ഇത്രയും ജീൻസാണ് വന്നിട്ട് ഈ പറഞ്ഞ TDNA ട്രാൻസ്ഫറിൽ വന്നിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ ജീൻസിൻ്റെ എല്ലാം കമ്പൈൻഡ് ആക്ടിവിറ്റി വഴിയാണ് ഒരു TDNA വന്നിട്ട് നമ്മുടെ അഗ്രോ ബാക്ടീരിയത്തിൽ നിന്നും തിരിച്ചൊരു പ്ലാന്റ് സെല്ലിലേക്ക് വന്നിട്ട് എത്തുന്നത്. ഇത്രയും ജീൻസിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ നടക്കുന്നതെന്നുള്ള സ്റ്റെപ്സും വിത്ത് അതിൻ്റെ ഡയഗ്രാമും നമുക്ക് നോക്കാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഓരോരുത്തർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.